മതവിദ്വേഷ പരാമർശത്തിൽ BJP നേതാവ് PC ജോർജിൻ്റെ ജാമ്യാപേക്ഷ കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കുകയാണ്. ഈരാറ്റുപേട്ട മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്. കോട്ടയം മെഡിക്കൽ കോളേജ് ICUവിൽ കഴിയുന്ന PC ജോർജിൻ്റെ ആരോഗ്യനില മെച്ചപ്പെട്ട് കഴിഞ്ഞു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ടോബി ജോൺസൺ കോട്ടയത്ത് നിന്ന് ചേരുന്നു. ടോബി, ഗുഡ് മോർണിംഗ്. PC ഇന്ന് ജാമ്യം കിട്ടി രക്ഷപ്പെടുവോ? എന്താണ് ഒരു കണക്കുകൂട്ടൽ നിയമവൃത്തങ്ങളിൽ? ഗുഡ് മോർണിംഗ് SKN. അങ്ങനെ ഒരു പ്രതീക്ഷയുണ്ട്. കാരണം നിലവിൽ പോലീസിൻ്റെ നടപടികളൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. തെളിവെടുക്കുക എന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യമാണ് പോലീസിന് മുൻപാകെ ഉണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുക എന്നുള്ളൊരു കാര്യം കൂടി ഉണ്ടായിരുന്നു. കോടതി കഴിഞ്ഞ ദിവസം ഈ കീഴടങ്ങിയതിന് ശേഷം ഒരു 6 മണി വരെ, അന്ന് വൈകുന്നേരം 6 മണി വരെ PC ജോർജിനെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരുന്നു. ഒപ്പം തന്നെ തെളിവായിട്ടുള്ള പ്രധാന തെളിവെന്ന് പറയുന്നത് ഒരു ലാപ്ടോപ്പാണ്. ആ ലാപ്ടോപ്പ് കോടതിയിൽ ഈ PC ജോർജ് തന്നെ ഹാജരാക്കി. അപ്പോൾ കൂടുതൽ തെളിവെടുപ്പോ ചോദ്യം ചെയ്യലോ വേണ്ട എന്നുള്ളൊരു വാദമാണ് PC ജോർജിൻ്റെ അഭിഭാഷകൻ കോടതിയിൽ കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞത്. എന്തായാലും പോലീസിനോട് ഇത് സംബന്ധിച്ച് വ്യക്തമായിട്ടുള്ള ഒരു റിപ്പോർട്ട് ഇന്ന് സമർപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട്. പോലീസ് അപ്പോൾ അത് സംബന്ധിച്ചൊരു റിപ്പോർട്ട് നൽകും. ഒപ്പം തന്നെ മെഡിക്കൽ റിപ്പോർട്ട് കൂടി കോടതിക്ക് മുൻപാകെ വരും. ഇതെല്ലാം പരിഗണിച്ചതിന് ശേഷമായിരിക്കും കോടതി ഒരു വിധി പറയുക. ഈ കേസിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം 2 തവണ മുൻകൂർ ജാമ്യാപേക്ഷ നൽകി. ഒന്ന് കീഴ്ക്കോടതിയിലും ഒന്ന് ഹൈക്കോടതിയിലും. ഈ 2 മുൻകൂർ ജാമ്യാപേക്ഷകളും കോടതികൾ തള്ളിക്കളയുന്ന ഒരു കാഴ്ചയാണ്. ഒപ്പം തന്നെ അതിശക്തമായിട്ടുള്ള വിമർശനം PC ജോർജിന് നേരെ ഉണ്ടാവുകയും ചെയ്തു. അതിനുശേഷം കീഴടങ്ങിയതിന് തൊട്ടു പിന്നാലെ ഒരു ജാമ്യാപേക്ഷ നൽകി. ആ ജാമ്യാപേക്ഷയും കോടതി തള്ളിക്കളഞ്ഞതിന് ശേഷമാണ് റിമാൻഡിലേക്ക് വിട്ടത്. എന്തായാലും റിമാൻഡിലായ PC ജോർജ് വീണ്ടും ഒരു ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ അതിനെ ശക്തമായി പ്രോസിക്യൂഷൻ എതിർക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്നാൽ നിലവിലെ പ്രായവും അതുപോലെ തന്നെ ആരോഗ്യസ്ഥിതിയും എല്ലാം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഒരു ജാമ്യാപേക്ഷ മുന്നോട്ട് കൊണ്ടുപോകാനാണ് PC ജോർജ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ PC ജോർജിന് ജാമ്യം കിട്ടാനുള്ള സാധ്യതയാണ് കൂടുതലായിട്ടുള്ളത്. SK. താങ്ക് യു.